ഇന്ന് എനിക്ക് വർക്കിനായിട്ട് ഒരു ഹ്യുണ്ടായി ഇയോണിന്റെ EPSന്റെ മോഡ്യൂൾ വന്നിട്ടുണ്ടായിരുന്നെ. ഇതാണ് പാർട്ട് നമ്പർ ഒക്കെ. ഇതാണ് സാധനം, ഹാർഡ്വെയർ ഇതാണ്. ഇതിപ്പോ എനിക്ക് ഫസ്റ്റ് നമുക്കൊന്ന് ഇത് റിപ്പയറിംഗിന് മുന്നായിട്ട് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മളെ മീറ്ററിൽ വരുന്ന ലൈറ്റ് ആണ്, EPSന്റെ ഓണിംഗ് ലൈറ്റ് ആണ് ഈ കത്തി കിടക്കുന്നത്. അപ്പൊ അതിനർത്ഥം ഇത് കംപ്ലൈന്റ് തന്നെയാണ്. അത് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്ത് നോക്കുന്ന സമയത്ത് വരുന്ന റിപ്പോർട്ട് ഇതാണ്: ടോർക്ക് സെൻസർ സപ്ലൈ വോൾട്ടേജ് മാൽ ഫംഗ്ഷൻ. അപ്പോൾ ഇത് കംപ്ലൈന്റ് ഉള്ളത് തന്നെയാണ്. ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാനും പോകത്തില്ല. അതിനകത്ത് ഹാർഡ്വെയറിൽ കംപ്ലൈന്റ് മസ്റ്റ് ആണ്. ഇത് നമുക്ക് ഇളക്കി സർവീസ് ചെയ്യണം. ഇന്നത്തെ ഒരു വീഡിയോ അതാണ്. ഇത് റിപ്പയർ ചെയ്തിട്ട് കാണിച്ചു തരാം. ഇത് വർക്കാണ്. ഈ ലൈറ്റ് ഓട്ടോമാറ്റിക്കലി മോഡ്യൂൾ ഇപ്പോൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് EPSന്റെ വാർണിംഗ് ലൈറ്റ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇഗ്നിഷൻ ഓൺ ആക്കിയിട്ട് നോക്കാം ഇത് അണയുന്നുണ്ടോ ഇല്ലയോ. വണ്ടിയിൽ അണയുന്ന പോലെ തന്നെ അണഞ്ഞിട്ടുണ്ട്. ഇത് അണഞ്ഞു കഴിഞ്ഞാൽ EPSന്റെ മോഡ്യൂൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ മോട്ടറിൽ നോക്കാം. ഇതുപോലെ സ്റ്റിയറിംഗ് തിരിക്കുന്ന കണക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യാം. കണ്ടോ, കറങ്ങുന്നുണ്ടോ? ഇത് കറങ്ങിക്കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ഈ ലൈറ്റ് അണഞ്ഞാൽ തന്നെ ഏറെക്കുറെ റെഡിയായി. എന്തെങ്കിലും കോഡ് ഉണ്ടെങ്കിലാണ് ഇത് കത്തി കിടക്കുന്നത്. അപ്പം അതിനർത്ഥം ഇതിപ്പോൾ അണഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റിയറിംഗ് തിരിക്കുന്ന കണക്ക് ഇത് വർക്കും ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഇതുപോലുള്ള മോഡ്യൂൾസ് റിപ്പയർ ചെയ്യാനുണ്ടെങ്കിൽ ഇത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് നല്ല രീതിയിൽ. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫോളോ ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.